ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബെൻഡിങ് ഓഫ് ബീം. ഒരു ഇലാസ്റ്റിക്കായ സബ്സ്റ്റൻസ് കൊണ്ട് ഒരു ബീം നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കും? ബീം നിർമ്മിച്ചു നോക്കുക. ബീം എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും ഫിക്സ് ചെയ്ത ഒരു ബീമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബീമിലേക്ക് ലോഡ് ആഡ് ചെയ്യുന്നു, ബീമിലുള്ള വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ബീം ബെൻഡാവാൻ തുടങ്ങും. അങ്ങനെ ഇതൊരു സർക്കുലർ ആർക്ക് പോലെയാവും. അത്തരം ബെൻഡിങ്ങിനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബീം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ബീം? ബീം ഈസ് ഡിഫൈൻഡ് ആസ് structure of uniform cross section whose length is large compared to breadth and thickness. ഓക്കെ, അതായത് ഇതിൻ്റെ ലെങ്ത്, ഈ ബീമിൻ്റെ ലെങ്ത് എന്നാൽ തിക്നെസ്സിനേക്കാളും അതിൻ്റെ തിക്നെസ്സിനേക്കാളും ക്രോസ് സെക്ഷൻ്റെ ബ്രെഡ്ത്തിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അതുപോലെ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂസ് ലെങ്ത് ഈസ് ലാർജ് കമ്പയർഡ് ടു ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്. അതുപോലെ യൂണിഫോം ക്രോസ് സെക്ഷൻ. ഇനി നമ്മളൊരു ബീമിനെ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് ലെയറുകൾ അടുക്കി വെക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ബീം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് ലെയറുകൾ, യൂണിഫോമായ ഒരുപാട് ലെയറുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഒരു ബീം ഉണ്ടാവുക. ഈ ബീമിലേക്ക് ലോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ബീം ബെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു, മേലെ ലോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ സർക്കുലർ ആർക്ക് പോലെ ബെൻഡ് ചെയ്യുന്നു. ഈ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ആർക്ക്, ഇങ്ങനെയുള്ള ആർക്കിനെ നമ്മൾ ഇങ്ങനെ ആക്കി വരക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സെൻറ്ററിലുള്ള ലൈനിന് എന്ത് ചെയ്യുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. സെൻട്രലിലായിട്ട് വരുന്ന ലെയറിന് ബെൻഡിങ് ലെങ്ത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിൻ്റെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മുകളിലുള്ള ലെയർ എന്ത് ചെയ്തു? അതിൻ്റെ ലെങ്ത് ഇലാങ്ങേറ്റ് ചെയ്തു, വർദ്ധിച്ചു. താഴേക്ക് പോകുന്തോറും ആ ലെങ്ത്തിൻ്റെ ഇൻക്രീസ് കുറഞ്ഞു വന്നു. പിന്നെ ഈ സെൻട്രലിലെ ലെങ്ത്തിന് ഇലോങ്ങേഷൻ ഒന്നുമില്ല. അത് ബെൻഡ് ആയിട്ടുണ്ട്, എന്നാലും ഇലോങ്ങേഷൻ ഒന്നുമില്ല. പിന്നെ അതിന് താഴെയുള്ള ലെയർ കംപ്രസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ പിന്നെ അടിയിലേക്ക് എത്തുന്നതോറും ഇങ്ങനെ കംപ്രഷൻ കൂടി വരും. അതായത് മുകളിലുള്ള ഈ സെൻറ്ററിലുള്ള ലെയറിൻ്റെ മുകളിലുള്ള ലെയറുകൾ ഇലോങ്ങേറ്റ് ചെയ്യപ്പെടുന്നു, താഴെയുള്ള ലെയറുകൾ കംപ്രസ് ചെയ്യപ്പെടുന്നു. ഈ ലെയറിൻ്റെ ലെങ്ത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലെങ്ത്തിനെ നമ്മൾ ഈ ലെയർ AB എന്നുള്ള ലെയറിനെ നമ്മൾ ന്യൂട്രൽ പ്ലെയിൻ ആണ് വിളിക്കുക, ന്യൂട്രൽ സർഫസ്. നമ്മൾ കൺസിഡർ ചെയ്ത ഈ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ്. AB എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ, ABക്ക് മുകളിലുള്ളതിന് ഇലോങ്ങേഷൻ സംഭവിച്ചു, താഴെയുള്ളതിന് കംപ്രഷൻ സംഭവിച്ചു. ഇവിടെ ലെങ്ത്തിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് യങ്സ് മോഡുലസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു ബീം കൺസിഡർ ചെയ്യുക, ബെൻഡ് ആയ ഒരു ബീം. ബീമിൻ്റെ സെൻട്രലായിട്ടുള്ള ലെയറാണിത്, ഇത് AB, ന്യൂട്രൽ ആക്സിസ് ആണിത്. ഓക്കെ, ഇതിപ്പോൾ ബെൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സർക്കുലർ ആർക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് റേഡിയസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതിനെ നമുക്കൊരു സർക്കുലർ ആർക്ക് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ എ ബി ആണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. മുകളിലുള്ള ആക്സിസ് മുകളിലുള്ള ലെയറുകൾ എക്സ്പാൻഡ് ഇലോങ്ങേറ്റ് ചെയ്തിട്ടുണ്ട്, താഴെയുള്ളത് കംപ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ജനറൽ ആയിട്ട് ഒരു ലെയറിനെ കൺസിഡർ ചെയ്യാണ്, ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഒരു ലെയറിനെ. ആ ലെയറിന് എന്തായാലും സംഭവിച്ചിട്ടുള്ളത്, അത് മുകളിലുള്ളതായതുകൊണ്ട് തന്നെ അത് ഷേപ്പ് നോക്കിയാൽ തന്നെ കാണാം, അടിഭാഗം കംപ്രസ് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലെയറിന്റെ ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ പാർട്ട്, ആ ലെയറിന്റെ ഒരു പ്രത്യേക ഭാഗം മാത്രം കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഈ സെൻറ്റർ ആയിട്ട് വരുന്നതിന് ഒറിജിൻ എന്ന് വിളിച്ചു. ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ആർ, റേഡിയസ് ആർ. ഇതിനാണ് ചേഞ്ച് സംഭവിക്കാത്തത്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ചാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക ന്യൂട്രൽ ആക്സിസിനെ അബൌട്ടായിട്ട്. ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്. ഈ ഭാഗത്തിനാണ് എക്സ് വൈ എന്ന് വിളിച്ചു. ന്യൂട്രൽ ആക്സിസിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്ത ഭാഗത്തിന് മുകളിലുള്ള നമ്മൾ കൺസിഡർ ചെയ്ത ലെയറിൻ്റെ ഭാഗത്തിന് എക്സ് പ്രൈം വൈ പ്രൈം എന്ന് വിളിച്ചു. ഓക്കെ. ആ ലെയറിൻ്റെ ഇലോങ്ങേഷൻ എന്താണ്? ഇലോങ്ങേഷൻ ഓഫ് ലെയർ ഇതിന് നമ്മൾ ഈ ലെയറിനെ സി ഡി എന്ന് വിളിച്ചു. അപ്പോൾ elongation of layer above neutral axis അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിന്റെ ഇലോങ്ങേഷൻ ഓഫ് the part that we have considered of the layer x distance above the neutral axis. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അബവ് ആയ ലെയറിന് എത്ര ഇലോങ്ങേഷൻ സംഭവിച്ചു എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ഇലോങ്ങേഷൻ എന്താണ്? ഇത് ബെൻഡ് ആവാത്തതിന് മുമ്പ്, ബെൻഡിങ്ങിന് മുമ്പ് എന്തായിരുന്നു? ഇതിന് ന്യൂട്രൽ ആക്സിസിനും ഈ അതിന് മുകളിലെ എല്ലാ ലെയറുകൾക്കും ഒരേ ലെങ്ത് ആയിരുന്നു. ബെൻഡ് ആയപ്പോഴാണ് ന്യൂട്രൽ ആക്സിസിന്, അത് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അതിന് ലെങ്ത്തിന് ഒന്നും മാറ്റം വന്നില്ല, അതിന് മുകളിലുള്ളത് കൂടുതൽ ഇലോങ്ങേറ്റ് ആയത്. അപ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്രൈം മൈനസ് എക്സ് വൈ അല്ലേ? ഈ ലെങ്ത്, ഈ ആർക്കിൻ്റെ ഈ ഭാഗം, ഓക്കെ, മൈനസ് ഈ ലെങ്ത്. ഓക്കെ. അപ്പോൾ എക്സ് വൈ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. നമ്മൾ കൺസിഡർ ചെയ്തത് തീറ്റയാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഇങ്ങനെ പറയാം, എക്സ് വൈ ബൈ ആർ എന്ന് പറയാൻ പറ്റും. ന്യൂട്രൽ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ? ആർക്ക് ബൈ റേഡിയസ്. സിമിലർലി തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് കിട്ടും. സിമിലർലി എക്സ് പ്രൈം വൈ പ്രൈമിൻ്റെ ടേമിൽ തീറ്റ എഴുതി കൂടെ, അതിൻ്റെ മുകളിലുള്ള ആക്സിസ് ഈ മുകളിലുള്ളത്. അപ്പോൾ സമയത്ത് റേഡിയസ് എന്തായിരിക്കും? ആർ പ്ലസ് എക്സ് ആയിരിക്കും. ഓക്കെ, ആർ പ്ലസ് എക്സ് implies x prime y prime is equal to r plus x into theta. ഇനി ആ രണ്ട് ആർക്കുകൾ ആർ പ്ലസ് എക്സ് ഇൻറ്റു തീറ്റ. അപ്പോൾ അവിടെ ഇലോങ്ങേഷൻ എക്സ് വൈ മൈനസ് എക്സ് പ്രൈം വൈ അല്ല സോറി എക്സ് പ്രൈം വൈ പ്രൈം മൈനസ് എക്സ് വൈ അല്ലേ ഇലോങ്ങേഷൻ.
ഇലോങ്ങേഷൻ എക്സ് പ്രൈം വൈ പ്രൈം മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ പ്ലസ് എക്സ്, എക്സ് പ്രൈം വൈ പ്രൈം എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എക്സ് ഇൻറ്റു തീറ്റ മൈനസ് ആർ തീറ്റ. അപ്പോൾ ആർ തീറ്റ ക്യാൻസൽ ആയി പോയാൽ പിന്നെ ബാക്കി എക്സ് തീറ്റ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ലെയറിനുണ്ടായ സ്ട്രെയിൻ ഓൺ ദാറ്റ് ലെയർ, ആ ലെയറിലുണ്ടായ സ്ട്രെയിൻ നമുക്ക് എന്ത് ചെയ്താം? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് അതായത് ഇവിടെ ഉണ്ടായ ഇലോങ്ങേഷൻ എക്സ് തീറ്റ ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൈ അല്ലേ? ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിന് അതിനൊക്കെ ഒരു ലെങ്ത് ആയിരുന്നു. അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ എക്സ് വൈൻ്റെ ലെങ്ത് തന്നെ ആയിരുന്നു എക്സ് പ്രൈം വൈ പ്രൈമിന്. അപ്പോൾ എക്സ് വൈ എന്നുള്ളതിന് വാല്യൂ കൊടുത്താൽ മതി. അതായത് ആർ തീറ്റ, തീറ്റയും വേട്ട എക്സ് ബൈ ആർ കിട്ടുക. എക്സ് ബൈ ആർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ, എക്സ് ബൈ ആർ. ഇനി എന്ത് ചെയ്യും? നമുക്ക് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇംപ്ലൈസസ് സ്ട്രെസ്. ആ ലെയറിൽ ഉണ്ടായിരുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ y ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? y ഇൻറ്റു സ്ട്രെയിൻ. y എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയും. അപ്പോൾ സ്റ്റീലാണെങ്കിൽ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതെല്ലാവർക്കും ആ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ കണ്ടെത്തി എക്സ് ബൈ ആർ. സ്ട്രെസ്. ഓക്കെ, നൗ സ്ട്രെസ്. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ഡിഫോമിങ് ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് വെക്കുക. നമ്മൾ കൺസിഡർ ചെയ്ത ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് വെക്കുക. അപ്പോൾ ഇതാണ് ന്യൂട്രൽ പ്ലെയിനിൻ്റെത് അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് ഉള്ള ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ ലെയറാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ലെയറിൽ ഇവിടെ നമ്മൾ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയയാണ് ഡി എ. ഈ ഏരിയയിലുള്ള ഡിഫോമിങ് ഫോഴ്സ് ആണ് എന്ത്? ഇവിടെയുള്ള സ്ട്രെസ് ആണ് എന്ത്? y ഇൻറ്റു എക്സ് ബൈ ആർ. സോ ഈ ഏരിയയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് ബൈ ഈ ക്രോസ് സെക്ഷൻ അല്ല ഡി എ ആണ് എന്ത്? ഈ സ്ട്രെസ് എന്നാൽ എന്താണ്? ഫോഴ്സ് ബൈ ഇവിടുത്തെ ഏരിയ അല്ലേ? ഡെൽറ്റ എ. ഡെൽറ്റ എ എന്നാണ് സ്മോൾ ഏരിയനെ വിളിച്ചത്. അപ്പോൾ ഈ സ്മോൾ ഏരിയയുടെ ഈ ഭാഗത്തുള്ള സ്ട്രെസ് ഈ പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ സ്ട്രെസ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇവിടെയുള്ള ഫോഴ്സ് ബൈ ഇതിൻ്റെ ഏരിയ, അതായത് എഫ് ബൈ ഡെൽറ്റ എ. അത് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം, കാരണം നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചതാണ്. y ഇൻറ്റു എക്സ് ബൈ ആർ. Therefore f is equal to y into x by r into delta a. Okay. അങ്ങനെ ഒരു കിട്ടി.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്ത ബീമിൻ്റെ കേസിൽ ഇവിടെ എന്താകുന്നുണ്ട്, ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആണുള്ളത്, ഇത് ഇലോങ്ങേറ്റ് ചെയ്യപ്പെടുകയാണ്. മുകളിലെ ലെയർ, അടിയിലെ ലെയറിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് രണ്ട് ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കപ്പിൾ ഉണ്ടാകുന്നുണ്ട്. ടു ഫോഴ്സസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കപ്പിൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ കപ്പിൾ ഈ പോയിന്റിന്, ഈ ന്യൂട്രൽ ആക്സിസിന് അബൌട്ടായിട്ട് ഇവിടെ ഉണ്ടായിന ഈ നമ്മൾ കൺസിഡർ ചെയ്ത ലെയറിലുള്ള കപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള കപ്പിൾ ഈ ലെയറിലുള്ള കപ്പിളാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിന് അബൌട്ടായിട്ട്, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, അതിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റിലെ ഫോഴ്സ് ആണെന്ത് നമുക്കിപ്പോൾ കിട്ടിയത്, ഡിഫോമിങ് ഫോഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. ആ ഫോഴ്സിനെ അതിൻ്റെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ അടിയിലേക്കാണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഫ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. കാരണം ന്യൂട്രൽ ആക്സിസിന് അബൌട്ടായ മൊമെൻ്റാണ് നമ്മൾ കാണുന്നത്. സോ ഫോഴ്സ് വൈ എക്സ് ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്. ഓക്കെ, എക്സ്. നോ, ഇതിപ്പോൾ എന്താ, ചെറിയൊരു ഭാഗത്തെ ഇതാണ് എന്ത്, ചെറിയൊരു ഭാഗത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. നൗ മൊമെന്റ് ഓഫ്, നമുക്ക് മൊത്തം ക്രോസ് സെക്ഷൻ, മൊത്തം ബോഡിയെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഈ മൊത്തം ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് about the neutral axis എന്താ, മൊത്തം ആഡ് ചെയ്യുക, ഇവിടുത്തെ ഓരോ പോയിന്റിലെയും ഇതുപോലെ ആഡ് ചെയ്യുക. അതായത് ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇനി വൈ എക്സ് സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. ഇത് കാരണം 2x ഉണ്ടല്ലോ, വൈ എക്സ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കിട്ടിയ മൊമെന്റ് ഓഫ് ഫോഴ്സിൻ്റെ മൊത്തം സം ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഇവിടെ മുകളിലേക്ക് ഒരു എക്സ്, അടുത്ത എക്സിന് മറ്റൊരു വാല്യൂ എടുത്താൽ അടുത്ത ലെയറായി, അങ്ങനെ എക്സിൻ്റെ വാല്യൂക്ക് അനുസരിച്ച് എന്താവും, മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ. വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറഞ്ഞാലും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ എക്സ് മോഡുലസ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ബീമാണ്. നമുക്ക് എക്സ് സ്ക്വയർ ഡെൽറ്റ എ, ഈ എക്സ് സ്ക്വയർ ഡെൽറ്റ എ ആണ് എന്ത്, ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സാധാരണഗതിയിൽ റൊട്ടേഷണൽ മോഷനിൽ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ആ സമയത്ത് mr സ്ക്വയർ എന്ന് പറയുമല്ലോ, ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏരിയ, പിന്നെ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ റേഡിയസ് ഇല്ല, അതിൻ്റെ സ്ഥാനത്തുള്ള ഡിസ്റ്റൻസിനാണ് ഇവിടെ എക്സ്. അപ്പോൾ അതുപോലെ ആ സമയത്ത് റൊട്ടേഷണൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്കിൽ ഇവിടെ ഏരിയ ആവുന്ന സമയത്ത് അതിൻ്റെ ജോമെട്രിയാണ്, അതായത് ആ സമയത്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് നമുക്ക്, അപ്പോൾ ഇതിൻ്റെ മൊത്തം, നമ്മുടെ സർഫസിൻ്റെ മൊത്തം, അത് ക്രോസ് സെക്ഷൻ്റെ മൊത്തം എന്ത് ചെയ്യും, സം ചെയ്തെടുക്കും. സം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ അതിന് ഇങ്ങനെ വരിക, എ കെ സ്ക്വയർ. നമ്മൾ എം കെ സ്ക്വയർ എന്ന് അറിയാലോ ഇതിൻ്റെ സമയത്ത് റൊട്ടേഷണൽ മോഷൻ, അതുപോലെ ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് ഏരിയ എ കെ സ്ക്വയർ. ഇതാണ് എന്ത്, ഇത് ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഐ, ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. Now
നമുക്ക് ആ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ ഡെൽറ്റയെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ബെൻഡിങ് മൊമെന്റ് ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് y/r. ഈ സിഗ്മ എക്സ് സ്ക്വയർ ഡെൽറ്റയ്ക്ക് പകരം എ കെ സ്ക്വയർ എന്ന് വെച്ചു. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് ബെൻഡിങ് മൊമെന്റ്. അവിടെ ബെൻഡിങ് ഉണ്ടാക്കുന്നതല്ലേ ബെൻഡിങ് മൊമെന്റ് y/r into ak square. ഇതാണ് എന്ത് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എ ആയ ഇതെന്താണ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കെ ഇതാണ് കെ. ഇത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ബെൻഡിങ് മൂവ്മെന്റ് ഇങ്ങനെ കിട്ടും. ഇനി സ്പെഷ്യൽ കേസ്. ഒന്നാമത്തെ കേസ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. അതായത് നമ്മുടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കിൾ ആണെന്ന് വെക്കുക. ആ സമയത്ത് ഏരിയ എന്തായിരിക്കും? ലെങ്ത് അല്ല ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി ആണെന്ന് വെക്കുക. തിക്നെസ് ഡി ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് നമ്മുടെ ബീം ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ബീം എന്ന് വെക്കുക. ഇതിന്റെ ബ്രെഡ്ത്ത് ബി, ഡെപ്ത് തിക്നെസ് ഡി. അങ്ങനെയാണെങ്കിൽ ഏരിയ ബി ഡി. ഇവിടെ ഏരിയ കൊടുക്കണം. അതുപോലെ കെ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമയത്ത് BD²/12 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ റൊട്ടേഷണൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞ സമയത്ത് BD²/12 എന്നല്ല, ഇത് ML²/12 എന്നൊക്കെ ഈ ഇതിന്റെ കേസിൽ. അപ്പൊ ആ ഒരു ഇതിന്ന് കിട്ടുന്നതാണ് എന്ത് മൊമെന്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർ റെക്ടാങ്കുലർ ബീം ഈസ് ഈക്വൽ ടു D²/12. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഇതെങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേഷൻ വേറെ തന്നെ, ഇത് കുറെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ നിന്നാൽ കുറെ ടൈം എടുക്കും. അതുകൊണ്ട് കെ എന്നുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ D²/12. അതുപോലെ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ y/r into ak square. y/r into ak square. y എന്ന് പറഞ്ഞാൽ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. y/r into ak square. അതിന്റെ സ്ഥാനത്ത് BD എന്ന് കൊടുക്കാം. k സ്ക്വയറിന്റെ സ്ഥാനത്ത് D²/12 കൊടുത്താൽ എന്താവും? y/r into BD³/12. bending moment for rectangular beam. bending moment for beam of rectangular cross section. ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ കേസ് 2 ആവുന്ന സമയത്ത് സർക്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് റേഡിയസ് r. ആ സമയത്ത് ഏരിയ ഈസ് ഈക്വൽ ടു πr². മൊമെന്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ k²ന്റെ വാല്യൂ r²/4. നിങ്ങൾ ഈ വാല്യൂ ഡയറക്റ്റ് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവും. അത് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു y. നമ്മൾ ജനറൽ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, y/r into ak square. y/r into ak square. y/r into a എന്താണ്?
പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 വൈ ബൈ എന്താ കിട്ടുക പൈ വൈ ആർ റൈസ് ടു ഇവിടെ 2 ആർ ഉണ്ട് ഒരു പൈ വൈ ആർ റൈസ് ടു 4 ബൈ 4r ബെൻഡിങ് മൊമെന്റ് ഫോർ ബീം ഓഫ് സർക്കുലാർ ക്രോസ് സെക്ഷൻ്റെ സമയത്ത് ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? അപ്പോൾ ബെൻഡിങ് മൊമെന്റ് പൈ വൈ ആർ റൈസ് ടു 4 ബൈ 4r രണ്ടിന് കോമൺ ആയിട്ടുള്ള ടേമാണിത് വൈ ബൈ ആർ. റെക്റ്റാങ്കുലാർ ആവുന്ന സമയത്ത് വൈ ബൈ ആർ ഇൻറ്റു ബി ഡി ക്യൂബ് ബൈ 12. സർക്കുലാർ ആവുന്ന സമയത്ത് റെക്റ്റാങ്കുലാർ ആവുന്ന സമയത്ത് ഇങ്ങനെ, സർക്കുലാർ ആവുന്ന സമയത്ത് വൈ ബൈ ആർ ഇൻറ്റു പൈ ആർ റൈസ് ടു 4 ബൈ 4. ഈ ടേം ഇത് മാത്രം വൈ ബൈ ആർ കോമൺ ആണെന്ന് മനസ്സിലാക്കാം, മറ്റേത് പിന്നെ ഒരു സമയത്ത് മാറും. ഓക്കെ, that's all. Thank you.